അന്തിമോപചാര ചടങ്ങ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ട് കുറച്ചു നേരമായി. പക്ഷേ അത് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അത്രയധികം ജനങ്ങളുടെ തിരക്ക് ഇപ്പോഴുമുണ്ട്. ഈ വാഹനത്തിലേക്ക്, ആംബുലൻസിലേക്ക് മൃതദേഹങ്ങൾ കയറ്റി അവരവരുടെ വീടുകളിലേക്ക്, ബന്ധുക്കളുടെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ട് അല്പനേരമായി. പക്ഷേ അത് ആംബുലൻസിലേക്ക് കയറ്റുന്നതിനുള്ള നടപടിയിലേക്ക് പോകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അത്രയധികം തിരക്കാണ്. സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നിരവധി പേരാണ് ഈ പൊള്ളുന്ന വെയിലത്തും ഇവിടെ കാത്തു നിൽക്കുന്നത്. അവർക്കുള്ള ഒരു അവസാന അവസരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ ഈ ചടങ്ങുകൾ ഇപ്പോഴും നടക്കുന്നത്. എന്തായാലും വലിയ നഷ്ടം, ഒരു നാടിന്റെ നഷ്ടം, ഒരു സമൂഹത്തിന്റെ നഷ്ടം, ഒരു വിദ്യാലയത്തിലെ പ്രധാനപ്പെട്ട അധ്യാപകർ എല്ലാവരും ഒരുമിച്ച് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പാങ്ങ് ഗവൺമെന്റ് LP സ്കൂളിനെ സംബന്ധിച്ചോളം ആ പ്രദേശത്തിന്റെ വലിയ ഒരു നഷ്ടമാണ് ഈ ഇന്നലെ വാൽപ്പാറയിലുണ്ടായ ദുരന്തത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അത് അവർക്ക് അവസാനമായി ഒരു അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നാട്ടുകാരും ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വലിയ ഒരുക്കങ്ങൾ തന്നെ ഇവിടെ നടത്തിയിരുന്നു. പക്ഷേ ആ ഒരുക്കങ്ങൾക്ക് അപ്പുറമായിരുന്നു ജനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നത്. അത് ഇപ്പോഴും തുടരുന്നു. ചെറിയ തോതിലുള്ള തർക്കങ്ങൾ വരെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം അവർക്ക് ഇത്രയും നേരം കാത്തു നിന്നിട്ട് അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയാത്തതിന്റെ വിഷമം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എങ്കിലും എല്ലാവർക്കും അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തു തന്നെയാണ് ഇപ്പോൾ സംഘാടകർ അന്തിമോപചാരം എല്ലാം തുടരുന്നത്. എന്തായാലും ഈ ചടങ്ങുകൾ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ഉള്ള ശ്രമം ആരംഭിച്ചിട്ട് ഏകദേശം അരമണിക്കൂറായി. പക്ഷേ ഇനിയും അവ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ കയറ്റി അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ആ ആംബുലൻസുകളും ഇപ്പോഴവിടെ കാത്തു നിൽക്കുക തന്നെയാണ്. എന്തായാലും ഒരു 10 മിനിറ്റിനകം ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ കയറ്റി അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ സംഘാടകരുടെ തീരുമാനം. അതിൽ ഏറ്റവും വേദനയുണ്ടാക്കുന്നത് പ്രധാനമായും ഈ അബ്ദുൾ മജീദ് എന്ന അധ്യാപകനാണ്. മജീദ് മാഷ് കാഴ്ചശേഷി കുറവുള്ള ഒരു അധ്യാപകൻ. അദ്ദേഹത്തിന്റെ ഭാര്യ റുക്കിയയുമുണ്ട്. ഒപ്പം ആ യാത്രയിൽ 2 പേരും മരണമടഞ്ഞു എന്നുള്ളതാണ്. ഈ 2 പേരുടെയും മൃതദേഹം പാങ്ങിലെ മാട്ടാത്ത് ജുമാ മസ്ജിദിലാണ് കബറടക്കുന്നത്. ഒപ്പം തന്നെ അധ്യാപികമാരായ റംല, ഷക്കീല എന്നിവരുടെ മൃതദേഹങ്ങൾ പാങ്ങ് വലിയ ജുമാഅത്ത് പള്ളിയിലും പാചകത്തൊഴിലാളിയായ സാജിദയുടെയും മൃതദേഹം പാങ്ങിലെ വലിയ ജുമാഅത്ത് പള്ളിയിലുമാണ് ഖബറടക്കുക. മറ്റൊരു അധ്യാപികയും മകനുമാണ് ഈ ദുരന്തത്തിൽ നഷ്ടമായത്. അധ്യാപിക സുഹറയും അവരുടെ മകൻ 12 വയസ്സുകാരൻ ഹാഷിമുമാണ്. ഇവരുടെ 2 പേരുടെയും മൃതദേഹം ഈസ്റ്റ് പാങ്ങ് ജുമാ മസ്ജിദിൽ ഖബറടക്കും. ഒപ്പം തന്നെ സ്കൂളിലെ പ്രധാന അധ്യാപികയായ അജിതയുടെ വീട് ഈ പാങ്ങ് സ്കൂളിൽ നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരെയാണ്. പുലാമന്തോൾ പാലൂരിലാണ്. അവിടെ അവരുടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അവിടെ വീട്ടിൽ പൊതുദർശനത്തിനു ശേഷം ഷൊർണൂരിലെ ശാന്തിതീരം പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റൊരു അധ്യാപികയായ ആശ ടീച്ചറുടെ മൃതദേഹം കൊളത്തൂരാണ് അവരുടെ വീട്. കൊളത്തൂരിലെ തറവാട്ട് വീട്ടിൽ തന്നെ, അതായത് ഈ പാങ്ങ് സ്കൂളിൽ നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ കൊളത്തൂർ അവരുടെ തറവാട്ട് വീട്ടിൽ, ആശ ടീച്ചറുടെ തറവാട്ട് വീട്ടിൽ തന്നെയാണ് അവരുടെ മൃതദേഹം സംസ്കരിക്കുന്നത്. പക്ഷേ അവരുടെ മൃതദേഹമെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനൊന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. കാരണം അത്രയധികം നാട്ടുകാർ, സാമൂഹ്യ പ്രവർത്തകർ, ഈ നാട്ടിലെ ജനങ്ങൾ, വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അങ്ങനെ വലിയ തോതിൽ ആയിരക്കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഈ വലിയ ചൂടിനെയും അവഗണിച്ചുകൊണ്ട് അവസാനമായി ഒന്ന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരുന്നത്. അവർക്ക് എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും പൂർത്തീകരിച്ച് ഓരോരുത്തരുടേതായ മൃതദേഹങ്ങൾ ഇപ്പോൾ വാഹനത്തിൽ, ആംബുലൻസിൽ കയറ്റുന്നതിനുള്ള ശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഇവിടെ നിന്നും ഇവ പൂർത്തിയാക്കി ആംബുലൻസുകളിൽ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അന്തിമോപചാര ചടങ്ങുകൾ, അതായത് ജനങ്ങളെ പ്രവേശിപ്പിച്ചുള്ള അന്തിമോപചാര ചടങ്ങുകൾ
ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. എല്ലാവരെയും അത് നിയന്ത്രിച്ചിട്ടുണ്ട്. ഇനി എവിടെ നിന്നും അതാത് വീടുകളിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമം. അതിനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈ പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പോലീസിന്റെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും നിരവധി വളണ്ടിയർമാരുമെല്ലാം ഇവിടെ സജീവമായി രാവിലെ മുതൽ തന്നെയുണ്ട്. അവർ ഒരുക്കിയ പന്തല്, ആ പന്തലിൽ അവർ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും മുഴുവൻ നിയന്ത്രണത്തോടെയുള്ള ക്രമീകരണങ്ങൾ നടത്തി. പക്ഷേ വലിയ ജനസഞ്ചയം ഉണ്ടായത് തന്നെ അവർക്ക് നിയന്ത്രിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അത് പോലീസിന്, നാട്ടുകാർക്ക്, അതുപോലെ തന്നെ വളണ്ടിയർമാർക്ക് നിയന്ത്രിക്കുന്നതിന് അപ്പുറമായുള്ള തിരക്ക് അനുഭവപ്പെട്ടു. എങ്കിലും എല്ലാവർക്കും അന്ത്യമർപ്പിക്കാനുള്ള അവസരം നൽകിയാണ് ഇപ്പോൾ മൃതദേഹമെല്ലാം അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നാടിൻ്റെ ആകെ നൊമ്പരമായി മാറുന്ന ഈ കാഴ്ച. അത് ഒരു വിദ്യാലയത്തിലെ പ്രധാനപ്പെട്ട അധ്യാപിക, അവരുടെ സഹപ്രവർത്തകർ, അവരുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പാചകക്കാരി ഉൾപ്പെടെയുള്ളവർ നഷ്ടപ്പെട്ട ആ വലിയ ദുഃഖം തന്നെയാണ് ഓരോരുത്തരുടെയും മനസ്സിലുള്ളത്. ഓരോരുത്തരുടെയും മുഖത്തും നമുക്കത് കാണാം. അത്രയധികം വേദനയോടുകൂടി തന്നെയാണ് ഈ നാട്ടുകാർ ഈ അന്തിമോചനമർപ്പിച്ച് ഇവർക്ക് ഒരു വിട നൽകാൻ ഒരുങ്ങുന്നത്. എന്തായാലും വലിയ സങ്കടത്തോടു കൂടി, ദുഃഖത്തോടു കൂടി തന്നെയാണ് ഈ നാട് ഇപ്പോൾ നിൽക്കുന്നത്. അതിന് ഈ എല്ലാവർക്കും അന്തിമോചനം അർപ്പിച്ചുകൊണ്ട് അവരവരുടെ വീടുകളിലേക്ക് അവരുടെ മൃതദേഹം എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. ഇന്ന് തന്നെ എല്ലാവരുടെയും മൃതദേഹം സംസ്കരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അതാത് കുടുംബങ്ങൾ അവരവരുടെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന് കുടുംബങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയാൽ ഉടൻ തന്നെ അവരവരുടെ വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷം ഈ മൃതദേഹങ്ങളെല്ലാം സംസ്കരിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. വലിയ ദുഃഖത്തോടെ, വേദനയോട് കൂടിയാണ് ഈ നാട് ഇവർക്ക് ഈ 9 പേർക്കും വിട നൽകുന്നതാണ് ഏറെ ദുഃഖകരം. ശ്യാമിലി, തീർച്ചയായും ഒരു സങ്കടക്കടൽ തന്നെയാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ദൃശ്യങ്ങളായി കാണുന്നത്. ഇനി ബെൻസനാണ് അവിടെ നിന്നും ചേരുന്നത്. വാക്കുകൾ മുറിയുന്നുണ്ട് പലർക്കും. നേരത്തെ നമ്മൾ പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓരോരോ കഥകൾ പറയാനുണ്ട്. അവിടെയുള്ള നഷ്ടപ്പെട്ട അധ്യാപകരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാവരും പല രീതിയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ്. പലർക്കും പല കഥകളുണ്ട്. ഇപ്പോൾ മജീദ് മാഷിൻ്റെ കഥകളൊക്കെ ശാന്തകുമാർ വെള്ളാലത്തും സരീഷും ഒക്കെ പറയുകയായിരുന്നു.